ആവശ്യമായ പാൽ കുട്ടിയെക്കൊണ്ട് കുടിപ്പിക്കാൻ അമ്മയ്ക്ക് പല തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടിവരും. അമ്മയുടെ ആവശ്യം കുട്ടിയെ പാൽ കുടിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഉപായങ്ങളൊക്കെ എത്ര ഉപയോഗപ്രദമെന്ന് പാട്ടുകളും തൊട്ടിലുകളും കളിപ്പാട്ടങ്ങളും സംസാരങ്ങളും കൗശലങ്ങളും മറ്റും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം കുട്ടികളുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനും കരച്ചിൽ മാറ്റുന്നതിനും സഹായിക്കുന്നു. അതാണ് അവയുടെ കാരണം. വിശപ്പിനെയാണ് ശമിപ്പിച്ചതെന്നും കരച്ചിലാണ് നിർത്തിയതെന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കെല്ലാം ഒന്നിച്ചുകൂട്ടണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദര, ഈ വിശ്വത്തിന്റെ മാതാവായ എനിക്ക് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ഇത്തരം അനേകം മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കണം. ഈ സംഭവങ്ങളെയെല്ലാം ആസൂത്രണം ചെയ്തത് 2 ലക്ഷ്യങ്ങൾ സാധിക്കാനാണ്: ദുഃഖം നീക്കുകയും ആനന്ദം നേടുകയും. അവ അർത്ഥമില്ലാത്ത അഭ്യാസങ്ങളല്ല. സാധാരണ ജനങ്ങൾക്ക് അവർക്ക് നൽകപ്പെട്ട ആദർശങ്ങളെ അടിസ്ഥാനമാക്കി സ്വഭാവം കെട്ടിപ്പടുക്കാം. അതുകൊണ്ട് ഗുരുവും നായകനുമായ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ മാതൃകാസ്വഭാവമെന്ന നിലയ്ക്ക് വയ്ക്കേണ്ടവയെ ആദ്യമായി പ്രായോഗികമാക്കേണ്ടതുണ്ട്. ആദർശമാണെന്ന് ഞാൻ പറയുന്നവ ഞാൻ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ഞാൻ ഗുരുവല്ല, നായകനുമല്ല. ആ പദവികൾക്കർഹരല്ലാത്ത ഗുരുനാഥന്മാരും നേതാക്കന്മാരും ആവിർഭവിക്കുകയും അധികാരം കൈയാളുകയും ചെയ്യുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരാ, ഗുരുനാഥന്മാരായും നേതാക്കന്മാരായും അധികാരത്തിലുള്ളവർ യഥാർത്ഥമായ രീതി പ്രയോഗിച്ച് അവരുടെ ഉപദേശങ്ങൾ ശരിയായെന്ന് തെളിയിക്കണം. അവരുടെ അകൃത്രിമമായ പരിശ്രമം വഴി തങ്ങൾ ഉപദേശിക്കുന്ന ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുകയും വേണം. ഈശ്വരന്റെ അനുഗ്രഹവും മനുഷ്യരുടെ കൃതജ്ഞതയും നേടുന്നതിന് അവർക്കുള്ള മാർഗം ഇതാണ്. സീതയ്ക്ക് അവരഭിനയിക്കുന്ന ഭാഗം അറിയാം. ഈ 2 ശരീരങ്ങളും, എന്റേതും സീതയുടേതും, യോഗത്തിന്റെയും വിയോഗത്തിന്റെയും ആനന്ദവും വേദനയും ശരീരങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അനുഭവിക്കുന്നത്. വേദനയും സന്തോഷവും കണ്ണീരും ശൂന്യവും എല്ലാം മായികവും അയഥാർത്ഥ്യവുമാണ്. ഞാനെടുത്തിട്ടുള്ള അവതാരത്തിന്റെ മറ്റു പരിമിതികളോടൊപ്പം ഇതെല്ലാം ഉണ്ടാകും. എന്റെ യഥാർത്ഥ്യത്തെപ്പറ്റിയുള്ള അന്തർരഹസ്യങ്ങൾ ഞാൻ നിന്നെ വിശ്വസിച്ചറിയിക്കുകയാണ് കഥ. ചുരുളഴിയുന്തോറും കാലം, കർമ്മം, കാരണം, സന്ദർഭം, സ്വീകരിക്കുന്നയാൾ എന്നിവയ്ക്കനുസരണമായി നിനക്കും പ്രവർത്തിക്കേണ്ടിവരുമെന്ന് ധരിക്കുക. ഈ ദിവ്യരഹസ്യം മറ്റുള്ളവരുടെ ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് നീയും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുക. നിയമങ്ങൾക്കനുസരിച്ച് കളിക്കുക. നാം എന്തിനു വന്നുവോ അതിൽ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. ഈ ദിവ്യവെളിപാടിന്റെ ശേഷം പെട്ടെന്ന് തന്നെ അവർ സീതാന്വേഷണത്തിൽ സമ്പൂർണ്ണം മുഴുകി. ഈ അന്വേഷണത്തിൽ 2 പേരും തന്താങ്ങളുടെ ഭാഗം ഏറ്റവും ആത്മാർത്ഥമായും പ്രശംസനീയമായും യഥാർത്ഥമായും അഭിനയിച്ചു. ആ സഹോദരന്മാർ മാത്രമല്ല, സീതയും തടവറയിൽ അങ്ങനെ തന്നെ പെരുമാറി. രാക്ഷസികളായ കാവൽക്കാരികൾ അതിക്രൂരമായി അവരെ ഭീഷണിപ്പെടുത്തുകയും സന്ദർഭങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദേവി പരമമായ കുലീനത പ്രകടിപ്പിക്കുകയും അചഞ്ചലവും ആത്മാർത്ഥവുമായ വിധം തന്റെ ഭാഗം അഭിനയിക്കുകയും ചെയ്തു. അവർ ഇടറുകയോ വഴങ്ങുകയോ ചെയ്തില്ല. തന്നെത്താൻ രക്ഷിക്കാനും തന്റെ പരിശുദ്ധി നിലനിർത്താനുമുള്ള സ്ഥിരനിശ്ചയത്തിൽ ധീരമായി ഉറച്ചുനിന്നു. അവർ തന്റെ വ്രതം പവിത്രതയോടെ നിലനിർത്തി. ഇരുവരും അഭിനയിച്ച ഈ ലീലാനാടകം ഓരോ ഗൃഹസ്ഥനും ഓരോ വ്യക്തിക്കും ധാർമ്മിക വൃത്തിയുടെ പരമോന്നതമായ ആദർശമാണ്. പിതാവിനോട്, മാതാവിനോട്, ഭാര്യയോട് ഓരോരുത്തരും എങ്ങനെ പെരുമാറണമെന്ന വിധവും അവർ മാതൃകയായി കാണിച്ചുതന്നു. എന്തിനു കൂടുതൽ വിസ്തരിക്കുന്നു? ജീവിതത്തിന്റെ സർവ്വവിധ ബന്ധങ്ങൾക്കും മനുഷ്യജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനും ആവശ്യമായ ആദർശങ്ങൾ രാമായണം വിശദീകരിക്കുന്നു. ധാർമ്മിക ശാസനങ്ങളും അവയുടെ പ്രായോഗികതയും ഇത്രയും വൈവിധ്യമായും ഇത്രയും ആധികാരികമായും വേറെ ഒരിടത്തും കാണുകയില്ല. എല്ലാ അവസ്ഥകളിലും എല്ലാ ദശകളിലും കൈക്കൊള്ളേണ്ട ശരിയായ പാതയെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാമായണം നൽകുന്നു. യന്ത്രത്തിന്റെ താളുകളിൽ സാന്ദ്രീകരിച്ചിരിക്കുന്നു. മനുഷ്യജന്മം, രാജ്യഭരണം എന്നിവ എങ്ങനെ ന്യായീകരിക്കാമെന്നും ഒരു രാജ്യത്തിന്റെ ഭരണം എങ്ങനെ നടത്തണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാമെന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമായണം വളരെ സൂക്ഷ്മമായി പഠിച്ച് ദൈനംദിന പ്രവർത്തനമുദായത്തിന് എല്ലാ രംഗങ്ങളിലും പ്രായോഗികമാക്കുകയാണെങ്കിൽ മനുഷ്യന് ശാന്തിയും ക്ഷേമവും കൈവരുത്താൻ കഴിയും. സീത എങ്ങനെ സ്ഥലം വിട്ടു, എന്തിന്, എപ്പോൾ, എവിടേക്കെന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊരു സൂചനയോ അടയാളമോ കണ്ടുപിടിക്കുന്നതിനായി രാമനും ലക്ഷ്മണനും ആയുധധാരികളായി പുറപ്പെട്ടു. അവർ ഓരോ ജലാശയവും പരിശോധിച്ചു. എല്ലാ കുന്നുകളും കയർനോക്കി. അവർക്കൊരു അടയാളവും ലഭിച്ചില്ല. ഇങ്ങനെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ പൊട്ടിത്തെറിച്ച മരക്കൊമ്പുകൾ കിടക്കുന്നത് കണ്ടു. മൈനസ്, ഭഗ്നമായ അസ്ത്രങ്ങൾ, രക്തത്തിന്റെ പാടുകൾ തുടങ്ങി ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. രാമൻ അനുജന്റെ ശ്രദ്ധ ഇവയിലേക്ക് തിരിച്ചു. ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരു തമ്മിലായിരുന്നു അതെന്നറിയാൻ രാമൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. രാജകീയമായ ലക്ഷണങ്ങളുള്ള ഒരു കൂറ്റൻ പക്ഷി വഴിയിൽ വീണുകിടക്കുന്നത് രാമൻ കണ്ടു.
അതു ശ്വാസത്തിനു വേണ്ടി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ചുകൊണ്ട് അപ്പോഴും രാമ രാമ എന്നു ഭക്ത്യാദരങ്ങളോടെ ജപിക്കുന്നുമുണ്ടായിരുന്നു. സഹോദരന്മാർ ആ പക്ക ചന്ദ്രകലശ ഇശ്രേഷ്ഠന്റെ അടുത്തേക്ക് ചെന്നു. പ്രേമപൂർവം അതിനെ തലോടി. രാമൻ മൃദുസ്പർശനം കൊണ്ട് അതിനെ അനുഗ്രഹിച്ചപ്പോൾ അതിനൽപ്പം ചൈതന്യം ലഭിച്ചു. അത് കണ്ണു തുറന്ന് നാലുപാടും നോക്കി. വിശ്വവന്ധ്യമായ രാമന്റെ കോമളവിഗ്രഹം അതു ദർശിച്ചു. പെട്ടെന്നു അത് ആനന്ദത്തിനും ദുഃഖത്തിനും അധീനനായി. മുറിവേറ്റ പക്ഷിക്ക് അവയവങ്ങൾ അനയ്ക്കുവാനായില്ല. തിരിഞ്ഞുകിടക്കാനും കഴിഞ്ഞില്ല. അവൻ അല്പം മുന്നോട്ട് നിരങ്ങി നീങ്ങി തലയൽപ്പമുയർത്തി രാമപാദങ്ങളിൽ വെച്ചു. രാമൻ അതിന്റെ തല മടിയിലെടുത്തു വെച്ചു പതുക്കെ തലോടി. അതിന് ബോധാവസ്ഥയും പ്രവർത്തന ചൈതന്യവും ഉണ്ടാക്കി. ജടായു ക്ഷീണസ്വരത്തിൽ പറഞ്ഞു, സ്വാമി, ആ ദുഷ്ടനായ രാവണൻ നീതിയും സത്യസന്ധതയും കൈവെടിഞ്ഞ് സീതാമാതാവിനെ ബലമായി തേരിലേറ്റിക്കൊണ്ടു ഈ കാട്ടിലൂടെ പോയി. ശുനകനെപ്പോലെ ഒളിച്ചു പാർത്തു കുറുക്കനെപ്പോലെ കൗശലത്തോടുകൂടി ദേവിയെ കൊണ്ടുപോകുമ്പോൾ സർവ്വലോകമാതാവായ ജനകപുത്രി രാമ രാമ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഞാൻ ആ കരച്ചിൽ കേട്ടു. പക്ഷേ കരഞ്ഞത് രാമനാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറന്നു ചെന്നു നോക്കി. സീതാമാതാവാണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നതെന്നു കണ്ടു. എനിക്കാവശ്യവും വ്യസനവുമുണ്ടായി. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. വൃദ്ധനും ഓജസ്സും ശക്തിയും കുറഞ്ഞവനുമായ ഞാൻ അവിടുത്തെ പവിത്രനാമം ഉച്ചരിച്ച് അവനെ എതിരിടാനുള്ള ശക്തിയും ധൈര്യവും നേടി. അവന്റെ ശരീരം മുഴുവൻ അത്യുഗ്രരോഷത്തോടെ കൊത്തിക്കീറി. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം പ്രവഹിച്ചു. അക്കൻ ദേവിയെ ഒരു മരച്ചുവട്ടിലിരുത്തി എന്നോട് ഘോരമായി യുദ്ധം ചെയ്തു. ഒടുവിൽ അയാൾ ചന്ദ്രഹാസം പ്രയോഗിച്ച് എന്റെ ചിറകുകൾ വെട്ടിവീഴ്ത്തി. പിന്നെ അവന്റെ യാത്ര തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ പരാജയത്തിൽ വിലപിച്ചും അവിടുത്തെ ആഗമനം പ്രതീക്ഷിച്ചും ഞാൻ ഇവിടെ തന്നെ കിടന്നു. ഞാൻ വളരെ നിർഭാഗ്യവാനാണ്. കാരണം ആ പരമനീചൻ മാതാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടുവെങ്കിലും ദേവിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതു പറഞ്ഞു ജടായു ദുഃഖത്തോടെ കണ്ണുനീർ പൊഴിച്ചു. രാമനും ഇതിൽ വലിയ താൽപ്പര്യവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു. രാമൻ ജടായുവിനോട് പറഞ്ഞു, ഹേ പക്ഷിശ്രേഷ്ഠ, ഞാനീ സഹായം ഒരിക്കലും മറക്കുകയില്ല. താങ്കൾ ചെയ്ത സൽക്കർമ്മം പരലോകത്തിൽ താങ്കൾക്ക് ആനന്ദം പ്രദാനം ചെയ്യും. വ്യസനിക്കാതെ. ഇങ്ങനെ പറഞ്ഞു രാമൻ പക്ഷിയുടെ ചിറകുകൾ തന്റെ ജട പിടിച്ച തലമുടികൊണ്ട് പൊടിതട്ടിക്കളഞ്ഞു. ലക്ഷ്മണൻ അതിന്റെ ദാഹം തീർത്ത് ഉന്മേഷമുണ്ടാക്കാൻ വെള്ളം കൊണ്ടുവന്നു. രാമൻ വെള്ളം തുള്ളിത്തുള്ളിയായി പക്ഷിയുടെ കൊക്കിനുള്ളിൽ ഒഴിച്ചു. ഈ സദ്ഭാഗ്യം കാരണം ജടായു സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ മുഖം ഹർഷോന്മാദം കൊണ്ട് തിളങ്ങി. ജടായു പറഞ്ഞു, രാമ, ഞാൻ അവിടുത്തെ പിതാവിനേക്കാൾ ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹത്തിന് അന്ത്യയാത്ര പറയുമ്പോൾ ഈ തൃക്കയിൽ നിന്നും ജലപാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായില്ലല്ലോ. എനിക്ക് അവിടുത്തെ ദിവ്യഹ ജടായുവിന്റെ അന്ത്യം. ശ്രീരാമന്റെ മടിയിൽ കിടന്ന് ജടായു തന്റെ അവസാന ശ്വാസം വിടുന്നു. സീതയെ രാവണൻ തെക്ക് ദിശയിലേക്കാണ് കൊണ്ടുപോയതെന്നും അതിനാൽ അങ്ങോട്ടു പോകണമെന്നും രാമനോട് ജടായു പറയുന്നു. ജടായുവിന്റെ മരണശേഷം രാമൻ അദ്ദേഹത്തിനു വേണ്ട അന്ത്യകർമ്മങ്ങൾ നിറവേറ്റുന്നു. അജമുഖി എന്ന രാക്ഷസി യാത്ര തുടരുന്ന രാമലക്ഷ്മണന്മാരെ അജമുഖി എന്ന രാക്ഷസി കാണുകയും അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവൾ ലക്ഷ്മണന്റെ കൈ പിടിച്ചു വലിച്ചപ്പോൾ ശൂർപ്പണഖയെപ്പോലെ അവൾക്കും അതേ അസുഖമാണെന്ന് മനസ്സിലാക്കി ലക്ഷ്മണൻ അവളുടെ അവയവങ്ങൾ ഛേദിക്കുകയും അവളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. കാടിന്റെ ഭീകരത. അവർ കടന്നുപോയ കാട് വളരെ ഭീകരമായിരുന്നു. വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട് ആരുടെയും ഹൃദയം വിറച്ചുപോകുന്ന അവസ്ഥയായിരുന്നു അവിടെയുണ്ടായിരുന്നത്. കബന്ധൻ കാട്ടിലൂടെ യാത്ര തുടരുന്നതിനിടയിൽ വിചിത്രവും ഭയാനകവുമായ രൂപമുള്ള കബന്ധൻ എന്ന രാക്ഷസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് യാത്ര തടസ്സപ്പെടുത്തുന്നു. അവൻ ഭീകരമായി ചിരിച്ചുകൊണ്ട് കാടാകെ കുലുങ്ങുന്ന ശബ്ദമുണ്ടാക്കി രാമലക്ഷ്മണന്മാരെ പിടിച്ചു വലിക്കുന്നു. കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവൻ അതിന് ശ്രമിച്ചപ്പോളേ രാമൻ അവനെ കൊന്നു. തലയില്ലാത്തൊരു ഭീകരസതമായിരുന്നു അത്. അവന്റെ വായ വയറിന്റെ മധ്യത്തിലായിരുന്നു. ആ നാട്ടിലാകമാനം ഒരു പേടിസ്വപ്നമായിരുന്നു കബന്ധൻ. അവന്റെ ഭുജങ്ങൾ വീശിയിട്ട് അവയ്ക്കിടയിൽ കൂടുങ്ങുന്നത് എന്തും അവൻ വിഴുങ്ങി. അവനെ നശിപ്പിച്ച് ആ വനത്തിലെ വാസികളെ ഒരു ഭീകരനിൽ നിന്നും രാമൻ രക്ഷിച്ചു. അന്ത്യശ്വാസം വലിക്കുന്ന നിമിഷത്തിൽ കബന്ധൻ തന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, നാഥ, എന്നെ ഈ അപഹാസ്യവും ക്രൂരവുമായ ആകൃതിയിലാക്കിയ ഉഗ്രശാപത്തിന്റെ വിലങ്ങുകളിൽ നിന്നും അവിടുന്ന് എന്നെ വിമുക്തനാക്കി. ഈ ദർശനം വഴി എന്റെ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രാമന്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കബന്ധൻ പറഞ്ഞു, യാതൊരു പ്രതിബന്ധമോ കാലവിളംബമോ കൂടാതെ അവിടുത്തെ ലക്ഷ്യം സാധിക്കും. ദുഷ്ടതയുടെ മേൽ അവിടുന്ന് തീർച്ചയായും വിജയം നേടും. സർവ്വതയും സ്നേഹിക്കുന്ന വിശാലഹൃദയനായ രാമൻ അവിടെ നിന്നും തന്റെ ഏകസഹാവായ സഹോദരനോടുകൂടി യാത്ര തുടർന്നു.
താമസിയാതെ അവർ ഒരു വൃദ്ധയെ കണ്ടു. അവർ കുനിയായിരുന്നു. കൈകൾ വിറച്ചിരുന്നു. തലയിലേറിയ കൊട്ടയിൽ ഫലവുമായാണ് വൃദ്ധ അവരുടെ അടുക്കലേക്ക് വന്നത്. വൃദ്ധ ആ സഹോദരന്മാരുടെ വിഷമോഹനമായ രൂപം കണ്ടു. മഹർഷിമാർ ആവേശത്തോടെ ആഹ്ലാദപൂർണമായി വർണ്ണിച്ചിട്ടുള്ള ആ രണ്ടുപേരാണ് അവരെന്ന് വൃദ്ധയ്ക്കു മനസ്സിലായി. കൊട്ട നിലത്തുവച്ച് ആദരവോടും കൃതജ്ഞതയോടും കൂടി രാമ രാമ എന്നികിപ്പിച്ചുകൊണ്ട് അവർ വഴിയിൽ നിന്നു. തങ്ങളെ അപകടപ്പെടുത്താനായി വല്ല ഹീനരാക്ഷസനും രൂപം മാറി വന്നതായിരിക്കുമെന്ന് ലക്ഷ്മണൻ ഊഹിച്ചു. പക്ഷേ ആ ഊഹം തെറ്റാണെന്ന് രാമൻ പറഞ്ഞു. വൃദ്ധതാപസി താമസിക്കുന്ന ആശ്രമത്തിന്റെ അടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനായി രാമൻ അഭിപ്രായപ്പെട്ടു. വൃദ്ധയായ ശബരിരാമന്റെ താമരയിതൾ പോലെയുള്ള കണ്ണുകളും അവരുടെ നെറ്റിത്തടത്തിലെ കുറനിരകളും കാൽമുട്ടുവരെ എത്തുന്ന ദീർഘബാഹുക്കളും രാമന്റെ കടും നീലവർണ്ണവും കണ്ടു. അവൾക്ക് രണ്ടുപേരുടെയും പാദങ്ങളിൽ വീണു. ശബരി മുന്നോട്ടോടി എവിടെ നിന്നു വരുന്നു? നിങ്ങളുടെ പേരെന്താണ്? രാമൻ മന്ദഹസിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു. അമ്മേ, ഞങ്ങൾ അയോധ്യയിൽ നിന്നും വരുന്നു. ഈ വനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. രാമൻ എന്നാണ് എന്റെ പേര്. എന്റെ അനുജനായ ഇവൻ ലക്ഷ്മണൻ. ഇതു കേട്ടപ്പോൾ ശബരിശാസ്ത്രി പറഞ്ഞു. ഈശ്വര, എന്റെ ചിരകാലാഭിലാഷം സാധിക്കായി. ഞാൻ രാവും പകലും അവിടുത്തെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ രൂപം കാണാൻ ദൂരെ നോക്കി നോക്കി എന്റെ കാഴ്ച മങ്ങി. പക്ഷേ ഇപ്പോൾ ആഗ്രഹം സഫലമായി. എന്റെ നിർനിദ്രതയും വ്രതങ്ങളും ഫലപ്രദമായി. ഹാ, എനിക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. ഇതെന്റെ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ്. അവൾ തൊഴുതുകൊണ്ട് രാമന്റെ സമീപം വന്നു. ഇതിനിടയിൽ രാമൻ അവളോട് ചോദിച്ചു. അമ്മേ, അങ്ങൊരു ഗുരുവിനെപ്പറ്റി പറഞ്ഞല്ലോ. ആരാണദ്ദേഹം? ശബരി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് മാതംഗ ഋഷി എന്നാണ്. ഈ ആശ്രമത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടാത്തതിനാൽ ഞാൻ കുറ്റിച്ചെടികളുടെയും മരങ്ങളുടെയും മറവിൽ നിന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശ്രദ്ധിച്ചു. മഹർഷി സ്നാനത്തിനു പോകാറുള്ള മാർഗ്ഗത്തിലെ മുള്ളുകളെല്ലാം ഞാൻ നീക്കം ചെയ്തു. പ്രഭാതത്തിനേറെ മുമ്പ് പണിയിലേർപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ നിലത്തുകിടന്നുരുണ്ടുകൊണ്ടാണ് മിക്കപ്പോഴും ഈ പണി ചെയ്തിരുന്നത്. അവരുടെ പാദങ്ങളെ വേദനിപ്പിച്ചേക്കാവുന്ന പാറക്കല്ലുകളും മറ്റും ഞാൻ നീക്കം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെപ്പോലെ ഞാനും ഫലമൂലങ്ങൾ കഴിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്റെ ഗുരുനാഥന്മാരെ ഞാൻ അദൃശ്യമായി സേവിച്ചു. വനത്തിലെ രഹസ്യസ്ഥലങ്ങളിൽ ദിവസങ്ങൾ കഴിച്ചു. എന്റെ മനസ്സിലെ അഭിലാഷങ്ങൾ അറിഞ്ഞിരുന്ന മഹാത്മാവായ മാതംഗ മഹർഷി ഒരു ദിവസം എന്നോട് പറഞ്ഞു. അമ്മേ, നിങ്ങളുടെ ശരീരം വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു. ഇനിയും ഇത്രയും അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾ താമസവിന തളർന്നു വീണുപോകും. അതുകൊണ്ട് ആശ്രമത്തിൽ വന്നു നല്ലപോലെ വിശ്രമിക്കൂ. ഞാനെങ്ങനെ ഈ ആശ്രമത്തിൽ സേവനവുമായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഋഷി ദേഹവിമുക്തനാവാൻ ആഗ്രഹിച്ചു. എന്നെ അടുത്തു വിളിച്ച് അദ്ദേഹം പറഞ്ഞു. ശബരി, ഞാൻ വന്ന കാര്യം നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദേഹമുപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ താമസ തുടരണം. അല്പകാലത്തിനു ശേഷം രാമദേവൻ ഈ വനത്തിലേക്ക് വരും. അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് ഈ ആശ്രമം പവിത്രീകൃതമാകട്ടെ. ഞാൻ വളരെയേറെ പ്രതിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തെ കൂടാതെ ഈ ആശ്രമത്തിൽ താമസിക്കാൻ എനിക്കാവില്ലെന്ന്. അദ്ദേഹം പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകാൻ ഞാൻ അപേക്ഷിച്ചു. പക്ഷെ എന്റെ ഗുരുദേവൻ അതിന് തയ്യാറായില്ല. ഞാൻ രാമന്റെ ആഗമവും പ്രതീക്ഷിച്ച് ഇവിടെത്തന്നെ കഴിയേണ്ടതുണ്ടെന്നും എനിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിയാനോ ആ ആനന്ദം നഷ്ടപ്പെടുത്താനോ സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ ദിവസം മുതൽ കൈയും നീട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഞാനിവിടെ നിൽക്കുകയാണ്. അങ്ങേയറ്റം ജീർണിച്ച ഈ ശരീരവും പേറിക്കൊണ്ട് ചക്രവാളവും നോക്കി അദ്ദേഹത്തെ കാണാനും ശുശ്രൂഷിക്കാനും വേണ്ടി ഇവിടെ കഴിയുകയാണ്. അല്ലയോ രാമ? പ്രഭോ, പീഡിതതാരോട് കരുണാർദ്രതയുള്ളവനെ, ഋഷീശ്വര ഹൃദയ നിവാസി, എന്റെ ഗുരുവിന്റെ ആഗ്രഹം സഫലീകൃതമായിരിക്കുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ആശ്രമം. സദയം ആശ്രമത്തിൽ പ്രവേശിച്ച് അവിടം പരിശുദ്ധമാക്കിയാലും. ശബരി രാമപാദങ്ങളിൽ നമസ്കരിച്ച് തന്റെ ഗുരുവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ രാമനോട് അപേക്ഷിച്ചു. ആ വൃദ്ധതപസ്വിനിയുടെ ആത്മാർപ്പണവും ഭക്തിയും കണ്ട് രാമൻ സ്വാഭാവികമായും സന്തുഷ്ടനായി. പ്രേമത്തിന്റെ മൂർത്തിഭാവമായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് രാമൻ എഴുന്നേറ്റ് ഭ്രാതാവായ ലക്ഷ്മണനോടുകൂടി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ആനന്ദപ്രവാഹത്തിൽ ശബരി ആമഗ്നയായി. ആ പ്രേമപ്രവാഹം എല്ലാ അതിർത്തികളെയും തകർത്ത് ഹർഷോന്മാദമായ പുളകോദ്ഗമത്തിലും സംസാരത്തിലും പ്രകടീഭൂതമായി. ആ നിമിഷം വരെ ആ സ്ത്രീരത്നം അല്പം ചില അടികൾ പോലും നടക്കാൻ അശക്തയായിരുന്നു. ഇപ്പോൾ 1000 ആനകളുടെ ബലം തനിക്കു ലഭിച്ചതായി അവർ കണ്ടു. അവർ നദീതടത്തിലേക്ക് വളരെ ലാഘവത്തോടെ നടന്നുപോയി. ക്ഷണത്തിൽ നിർമ്മലവും ശീതളവും പാനയോഗ്യമായ ജലം കൊണ്ടുവന്നു. കൊട്ടയിലുള്ള ഫലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവയുടെ സ്വാദ് ആദ്യം അവർ നോക്കി. പഴുത്തു പാകമായ മധുരമുള്ളവ ആ സഹോദരന്മാർക്കു കൊടുത്തു. അവർ അവ കഴിക്കുമ്പോൾ
ശബരി സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി അവരുടെ കോമളവദനത്തിൽ തന്നെ നോക്കിനിന്നു. പിന്നീട് ആ തപസ്വിനി അവരുടെ പാദം കഴുകി. പാദസ്പർശം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ആ ജലം തന്റെ ശിരസിൽ തളിച്ചു. സ്വാമി, എനിക്ക് കൂടുതൽ അറിഞ്ഞു ജീവിക്കാൻ ഇനി എന്തിനുവേണ്ടി ജീവിതം തുടരണം? രാമന്റെ ദർശനം എന്ന മഹാഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എനിക്ക് ദർശനം ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ജീവിതം അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കൂ. മഹർഷിമാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നും അവിടുത്തെ പ്രഭാവത്തെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടുത്തെ കാണുകയും ചെയ്തു. ഞാൻ കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് സമ്പൂർണയാണ്. ശബരി വർദ്ധിത ഭക്തിയോടുകൂടി നൽകിയ ഫലങ്ങൾ രാമൻ സ്വാദോടെ കഴിച്ചു. അവ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, അമ്മേ, ഈ ഫലങ്ങൾ ദേവിയുടെ ഹൃദയം പോലെ മധുരമുള്ളവയാണ്. യഥാർത്ഥത്തിൽ ഇവ മരങ്ങളിൽ വളർന്ന ഫലങ്ങളല്ല. എന്തിന് വനങ്ങളിലുണ്ടാകുന്നവ ഇത്ര മധുരമുള്ളവയല്ല. അവയൊരിക്കലും അങ്ങനെയൊന്നുമാവാൻ നിവൃത്തിയില്ല. സ്നേഹത്തിന്റെ സൂര്യപ്രകാശത്തിൽ, ജീവിതത്തിന്റെ പുണ്യവൃക്ഷത്തിൽ, നിർമ്മല മനസ്സിന്റെ ശാഖകളിലുണ്ടായി വളർന്നവയാണീ ഫലങ്ങൾ. ഫലങ്ങളുടെ സ്വാദിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് രാമൻ അവ കഴിച്ചു. രാമനെ ഈ ഭാവത്തിൽ കണ്ടപ്പോൾ ലക്ഷ്മണന് വാചാതീതമായ സംതൃപ്തിയുണ്ടായി. കാരണം രാമൻ വളരെക്കാലമായി ഇത്രയും ആനന്ദത്തോടെയൊന്നും കഴിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും കഴിക്കാൻ അദ്ദേഹത്തിനെ രാമനെ പ്രേരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫലങ്ങൾ തോലുകളഞ്ഞ് മുറിച്ചു മുൻപിൽ വെച്ചുകൊടുത്ത ശേഷം ധാരാളം അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചുമാണ് അത് കഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. സീതാവിരഹം നിമിത്തം രാമൻ അത്രയും പീഡിതനായിരുന്നു. ലക്ഷ്മണന്റെ എല്ലാ പരിശ്രമങ്ങളുമുണ്ടായിട്ടും രാമൻ ഒരു ഫലത്തിന്റെ പകുതിയോ മറ്റോ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ജ്യേഷ്ഠൻ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിൽ അദ്ദേഹം ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. പഴുത്തുവീഴുമ്പോൾ ശബരി ശേഖരിച്ച ഫലങ്ങളാണ് അവർ അദ്ദേഹത്തിന് നൽകിയത്. അവ പൊടി തുടച്ച് വൃത്തിയാക്കി ദിവസവും രാമനുവേണ്ടി സൂക്ഷിച്ചുവെക്കുകയാണ് പതിവ്. രാമൻ വരുന്നില്ലെന്നു കണ്ടാൽ അവൾ ആ ഫലങ്ങൾ രാമനാൽ നൽകപ്പെട്ട ദൈവികാനുഗ്രഹമെന്ന നിലയിൽ കഴിക്കും. ദിവസം തോറും രാമനു കൊടുക്കാൻ സൂക്ഷിച്ചുവെക്കുന്നതിനായി നല്ല മധുരമുള്ള ഫലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലാകെ അലഞ്ഞു നടക്കും. ഇപ്രകാരം ദിവസവും അവളുടെ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഫലങ്ങൾ പൂരിതമാകും. അങ്ങനെ അവ 10 മടങ്ങ് അധികമായിരിക്കും. രാമൻ ആനന്ദത്തോടുകൂടി അവ കഴിക്കാൻ കാരണം തന്നെ എന്നു ലക്ഷ്മണൻ മനസ്സിലായി. അദ്ദേഹം അത്യന്തം സന്തുഷ്ടനായി. ഇത്രയും മികച്ച പ്രതിഫലം നൽകിയ ശബരിയുടെ ഭക്തിയെ അദ്ദേഹം ശ്ലാഘിച്ചു. വളരെക്കാലമായുള്ള അവളുടെ ആധ്യാത്മിക പനത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഫലമായി അവളിൽ നിറഞ്ഞുനിന്ന ദിവ്യാനന്ദത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ശബരിരാമന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു താണജാതിക്കാരിയാണ്. എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് അസംസ്കൃതവും മന്ദവും മൂഢവുമായ ബുദ്ധിയാണെനിക്കുള്ളത്. ഞാനൊരു പവിത്രകലയിലും ശാസ്ത്രത്തിലും അഭ്യസ്തവിദ്യയുമല്ല. ഏറ്റവും താണവരേക്കാൾ താണവളാണ് ഞാൻ. എനിക്കവിടുത്തെ സ്തുതിക്കുവാനോ പ്രഭാവം വർണ്ണിക്കാനോ എങ്ങനെ കഴിയും? പദങ്ങളുപയോഗിക്കുന്ന കലയിലും എനിക്ക് സാമർഥ്യമില്ല. ഞാനെന്റെ കാരണബുദ്ധി സംസ്കരിച്ചിട്ടുമില്ല. ദൈവീകതയിലേക്ക് അന്തർദൃഷ്ടി ലഭിക്കുന്നതിനുള്ള നിർദ്ദിഷ്ടമായ തപസ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആധ്യാത്മിക സാധനയിൽ ഞാൻ ഏറ്റവും താണപടിയിലാണ്. എന്റെ ഒരേയൊരു ശക്തി അവിടുത്തോടുള്ള പ്രേമമാണ്. എനിക്ക് മറ്റൊരു താങ്ങും സംരക്ഷണവുമില്ല. തന്റെ ആതിഥ്യം സ്വീകരിച്ചതിൽ രാമൻ കാണിച്ച കരുണാർദ്രതയെപ്പറ്റി അവൾ പറഞ്ഞു. അവിടുത്തെ കൃപ അതിരറ്റതാണ്. രാമൻ ശ്രദ്ധയോടെ ശബരിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. അവിടുന്ന് അവളുടെ താടി പിടിച്ചുയർത്തി. അവളുടെ ദൃഷ്ടികളിലേക്ക് പ്രേമപൂർവം നോക്കി. അമ്മേ, ഭക്തി മാത്രമാണ് എനിക്കാവശ്യമുള്ള കാര്യം. ബാക്കിയെല്ലാം സഹായവസ്തുക്കൾ മാത്രം. പാണ്ഡിത്യം, പദവി, സമൂഹത്തിലെ പദവി, ജാതി തുടങ്ങിയ ഇതര കാര്യങ്ങളിൽ ഞാൻ അശേഷവും ശ്രദ്ധിക്കാറില്ല. എന്റെ ദൃഷ്ടിയിൽ അവയ്ക്ക് യാതൊരു വിലയുമില്ല. ആധ്യാത്മിക തപസ്സിനാലും സിദ്ധിച്ചിട്ടുള്ള മറ്റെല്ലാ ശക്തികളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രേമപൂരിതമായ ഭക്തിയുടെ മാധുര്യമാണ്. ഞാൻ അതിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പ്രേമമില്ലാത്തവർ ഫലമില്ലാത്ത മരം പോലെയോ പാലുകിട്ടാത്ത പശുവിനെപ്പോലെയോ നിഷ്പ്രയോജനകരമായിരിക്കരുത്. അവർ ഈശ്വരനിൽ നിന്നും എന്നും എത്രയോ അകലെയാണ്. അവർക്ക് ദേവാനുഗ്രഹം നേടുവാൻ കഴിയുകയില്ല. ശബരി ഭക്തിയെ സംശയരഹിതമായി വളർത്തിയെടുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന 9 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി മനുഷ്യൻ അവലംബിച്ചാൽ മതിയെന്നാണെന്റെ അഭിപ്രായം. പക്ഷേ നിങ്ങളാകട്ടെ ആ 9 മാർഗങ്ങളും അവസാനം വരെ അവലംബിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ആരെയും ഞാൻ നിങ്ങളെക്കാൾ ഉയർന്നവരായി കാണുന്നില്ല. നിങ്ങളെല്ലാവിധത്തിലും എന്നെ ആനന്ദിപ്പിച്ചിരിക്കുന്നു. കാരണം നിങ്ങളെനിക്ക് ശുദ്ധവും അചഞ്ചലവും നിസ്വാർത്ഥവുമായ ഭക്തി കാഴ്ചവച്ചിരിക്കുന്നു. ഈ ഭക്തി നേരെ ഹൃദയത്തിൽ നിന്നും ഉറവെടുക്കുന്നതും എല്ലാ ജീവികളിലേക്കും പ്രസരിക്കുന്നതുമായ ശുദ്ധപ്രേമമാണ്. നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആരെയും നിന്ദിക്കുകയോ ദൂഷിക്കുകയോ ചെയ്തിട്ടില്ല.
അതാണ് നിങ്ങളുടെ മനസ്സ് ഇത്രയും നിർമ്മലമാക്കുന്നത്. നന്മ വരുമ്പോൾ വിടരുകയും തിന്മ വരുമ്പോൾ വാടുകയും ചെയ്യുന്ന മനസ്സല്ല നിങ്ങളുടേത്. ദേവി എല്ലാ രീതിയിലും അനുഗ്രഹീതയാണ്. രാമൻ പറഞ്ഞ ഈ ഉപദേശങ്ങൾ ശബരി പാഠം ചെയ്തു. അവർ പറഞ്ഞു, ഭക്തൻ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുകയെന്നതിലപ്പുറം മറ്റൊരു മാർഗവുമില്ല. ഞാൻ യാതൊന്നിനും അപേക്ഷിക്കുന്നില്ല. ഇന്ന് എന്റെ പിതാവ്, എന്റെ ഈശ്വരൻ, എന്റെ ജീവനാഥൻ, സർവ്വലോകങ്ങളുടെയും നാഥൻ, സർവ്വസൃഷ്ടികളുടെയും നാഥൻ എനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. എന്റെ ഈ ഭാഗ്യത്തെ എങ്ങനെ അളക്കാൻ കഴിയും? ഓ ജാനകീനാഥ, ജനകപുത്രിയായ സീതയുടെ നാഥ. ഇത്രയും പറഞ്ഞപ്പോൾ അവൾ സീതയെപ്പറ്റി ഓർത്തു. 2 സഹോദരന്മാരെപ്പറ്റിയും ഓർത്തു. അവരുടെ സ്ഥിതി പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. രാമൻ അവളോട് പറഞ്ഞു, കഷ്ടം ശബരി, നിങ്ങളിതുവരെ ഉത്കണ്ഠയൊഴിവാക്കി ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ചു നിർത്തി. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു. ശബരി പശ്ചാത്താപവിവശയായി സംഭ്രമത്താൽ തലയുയർത്തി ചോദിച്ചു, സ്വാമി, എന്താണീ പറയുന്നത്? എന്റെ അവിവേകം പൊറുക്കണേ. അവൾ രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ അവളോട് ചോദിച്ചു, ശബരി, നിങ്ങൾക്ക് സീതയെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? നിങ്ങൾ ദേവിയെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ശബരി മറുപടി പറഞ്ഞു, ഞാനറിയല്ലേ സീതയെപ്പറ്റി. രാമതത്വം അറിയുന്ന ഒരു സ്ത്രീയും സീതാതത്വത്തെപ്പറ്റി അറിയാതിരിക്കില്ല. ആ സ്ത്രീരത്നത്തെ, ആ നന്മയുടെ മകുടത്തെ, ആ സ്ത്രീത്വത്തിന്റെ പ്രകാശത്തെ, ഓ എന്തു മഹാസൗഭാഗ്യമാണ് സീതയുടേത്! എന്റെ രാമന്റെ നിഴലാണവൾ. രാമ, സീതാതത്വത്തെപ്പറ്റി എന്റെ ഗുരു മാതംഗമഹർഷി എന്നെ പഠിപ്പിച്ചതെന്താണെന്ന് പറയാം. തീർച്ചയായും അവിടുന്നറിയാത്ത യാതൊന്നുമില്ല. എന്നാൽ എന്നോട് സീതയെപ്പറ്റി എന്തെങ്കിലും അറിയാമോയെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ അറിയുന്നത് പറയാം. രാക്ഷസവംശം നശിപ്പിക്കുക എന്ന ലക്ഷ്യം സാധിക്കുന്നതിനുവേണ്ടി രാമൻ മന്ഥരയുടെയും കൈകേയിയുടെയും മനസ്സുകളെ മോഹിപ്പിച്ചു. ഇതിന്റെ ഫലമായി സീതയും രാമനും ലക്ഷ്മണനും രാജ്യഭ്രഷ്ടരെ നിലയിൽ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ ആശ്രമങ്ങൾ സന്ദർശിക്കുമെന്നും തപസ്വികളെ അനുഗ്രഹിക്കുമെന്നും ആശ്രമവാസികളുടെ കർമ്മങ്ങളെയും സാധനകളെയും തടസ്സപ്പെടുത്തുന്ന രാക്ഷസരെ രാമൻ നിഗ്രഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാക്ഷസഗോത്രങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള രാവണൻ സീതാപഹരണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലീലാനാടകത്തിൽ ഒരു ഭാഗം അഭിനയിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി രാമൻ ആസൂത്രണം ചെയ്യുമെന്നും ഗുരുനാഥൻ പറയുകയുണ്ടായി. രാവണനാൽ അപഹൃതയായ സീത മായാസീതയാണെന്നും യഥാർത്ഥത്തിലുള്ള സീതാമാതാവല്ലെന്നും അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അപഹരിച്ചുകൊണ്ടുപോയ സീതയെ തേടി രാമൻ ഈ കാട്ടിൽ വരുമെന്നും ആ സന്ദർശനം കൊണ്ട് അത്ഭുതപൂർവമായ നിലയിൽ നന്മ കൈവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജ്യേഷ്ഠനായ ബാലിയുടെ മാരകപ്രവർത്തനങ്ങളെ ഭയന്ന് ഋഷ്യമൂകാചലത്തിൽ അഭയം തേടിയിട്ടുള്ള സുഗ്രീവനുമായി രാമൻ സഖ്യത്തിലേർപ്പെടുമെന്നും സുഗ്രീവൻ വഴി സീതാന്വേഷണം വിജയകരമായി നിർവഹിക്കപ്പെടുമെന്നും കൂടി എന്റെ ഗുരു പ്രവചിച്ചിട്ടുണ്ട്. രാമ, അവിടുന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ പ്രപഞ്ചനാടകത്തിന്റെ സംവിധായകനും അവിടുന്ന് തന്നെയാണ്. ഈ നാടകത്തിലെ സംഭവങ്ങൾ എന്റെ ഗുരുവിൻ അറിയാമായിരുന്നു. അദ്ദേഹം അതെല്ലാം എന്നോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അവിടുത്തെ രംഗം അഖിലപ്രപഞ്ചവുമാണ്. അങ്ങയുടെ ഇച്ഛ ഈ വിശ്വാസത്തിന്റെ ഭാവി നിർണയിക്കുന്നു. അത് വിശ്വാസത്തിന്റെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പുവരുത്തുന്നു. സംഭവിക്കുന്നതെല്ലാം അവിടുത്തെ സങ്കല്പത്തിലേക്ക് ചുരുളഴിയുന്നതാണ്. ആ ഇച്ഛ കൂടാതെ വലിയതോ ചെറിയതോ ആയ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല. സ്വാമി, അവിടുത്തെ സ്വന്തം ഇതിവൃത്തം എന്താണെന്നറിയാത്തതുപോലെ അവിടുന്ന് ഈ നാടകത്തിൽ അഭിനയിക്കുകയാണ്. സീതാവിരഹം ഹേതുവായി വ്യസനാക്രാന്തനാണെന്ന് അവിടുന്ന് നടിക്കുന്നു. വിഡ്ഢികളായവർക്കോ ആത്മീയസത്യത്തിൽ വിശ്വാസമില്ലാത്തവർക്കോ അല്ലെങ്കിൽ നാസ്തികരായവർക്കോ മാത്രമേ അത് സത്യമാണെന്ന് ധരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവശക്തിയെയും അതിന്റെ രഹസ്യങ്ങളെയും സംബന്ധിച്ചറിയുന്നവർ, ഈശ്വരനെ സ്വന്തം യാഥാർത്ഥ്യമായി അറിയാൻ ശ്രമിക്കുന്ന സാധകർക്കും ഭക്തന്മാർക്കും സത്യസ്ഥിതി അറിയാം. ഇതുവരെ ചെയ്യപ്പെട്ടതെല്ലാം ചെയ്തത് അവിടുമാണ്. എത്ര ശക്തരായിട്ടുള്ളവരായാലും ആർക്കും അങ്ങയുടെ ഇച്ഛ തടയാനോ എതിർക്കാനോ സാധ്യമല്ല. എല്ലാ സംഭവങ്ങളോടും ജനങ്ങൾക്കുള്ള പ്രതികരണം നല്ലതോ ചീത്തയോ അവിടുന്ന് ഇച്ഛിക്കുന്നു. അതിന്റെ കർത്താക്കൾ അവരല്ല. സ്വന്തം പ്രവൃത്തികളുടെ കർത്താക്കൾ തങ്ങളാണെന്ന് അജ്ഞാനികൾ അവകാശപ്പെടുന്നു. രാമ, എന്റെ അധികപ്രസംഗം പൊറുക്കണേ. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ കൂടുതലായി സംസാരിച്ചുപോയി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ഉടനെ അവർ ആന്തരമായ യോഗാഗ്നി വികസിപ്പിച്ചു. അതിൻ ഫലമായി അവരുടെ ദേഹം ഭസ്മമായിത്തീർന്നു. അവളുടെ ശ്വാസം താൻ ആരാധിച്ചിരുന്ന രാമതത്വത്തിൽ വിലയിക്കുകയും ചെയ്തു.